നവകേരള യാത്രക്കിടെ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ തെരുവ് ഗുണ്ടകളെ പോലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കേരളം മറന്നു കാണാനിടയില്ല. മറന്നോ? ഇല്ലല്ലോ. കോടതി പലതവണ ഇടപെട്ടിട്ടും ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ചവരെ വളഞ്ഞിട്ട് തല്ലിയവർക്കെതിരെ 1.5 വർഷം കഴിഞ്ഞിട്ടും പോലീസോ മുഖ്യമന്ത്രിയോ ഒരു നടപടിയും എടുത്തിട്ടില്ല. പട്ടാപ്പകൽ നടു റോഡിൽ അതും ആൾക്കൂട്ടം നോക്കി നിൽക്കെയാണ് ഇന്നും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സേനയിലുള്ളവർ ദാ ഇതേപോലെ അഴിഞ്ഞാടിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസിനും KSU ജില്ലാ പ്രസിഡന്റ് AD തോമസിനുമാണ് മർദ്ദനമേറ്റത്. എൻ്റെ തലയിൽ മുറിവുണ്ടായിരുന്നു, അത് 3 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴുത്തിന് വലിയ പരിക്കുണ്ടായിരുന്നു. അതിപ്പോഴും ഈ കഴുത്ത് വേദനയും മറ്റ് പ്രശ്നങ്ങളും ഉണ്ട്. പിന്നെ തോളിന് ചെറിയ പരിക്കുണ്ടായിരുന്നു. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭ്യമല്ലെന്ന പോലത്തെ ദുർബലമായ വാദങ്ങളെല്ലാം തള്ളിയ കോടതി സത്യസന്ധമായ അന്വേഷണം നടത്താൻ ഉത്തരവിട്ടു. പരാതി രേഖാമൂലം നൽകിയിട്ടും ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ സ്വന്തക്കാർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാനുള്ള ധൈര്യം പോലും പോലീസിനുണ്ടായില്ല. മർദ്ദനമേറ്റവർക്ക് കോടതിയിൽ പോകേണ്ടി വന്നു കേസെടുപ്പിക്കാൻ. മുഖ്യമന്ത്രിക്കൊപ്പം വർഷങ്ങളായുള്ള ഗൺമാൻ അനിൽകുമാറാണ് കേസിലെ 1-ാം പ്രതി. സുരക്ഷാ സേനയിലെ S സന്ദീപും കണ്ടാലറിയാവുന്ന ഉദ്യോഗസ്ഥരുമാണ് മറ്റു പ്രതികൾ. അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു. പക്ഷേ പ്രതികളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മൊഴിയെടുക്കാനുള്ള ധൈര്യം പോലും DYSP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കുണ്ടായില്ല. പകരം മുഖ്യമന്ത്രിക്ക് വഴിയും സംരക്ഷണവും ഒരുക്കുക എന്ന കൃത്യനിർവഹണം മാത്രമാണ് ഉദ്യോഗസ്ഥർ ചെയ്തതെന്നും അതുകൊണ്ട് കേസ് അവസാനിപ്പിക്കണമെന്നും കോടതിയിൽ റഫറൽ റിപ്പോർട്ട് നൽകി. നവകേരള ബസ്സിന് നേരെ കരിങ്കൊടി കാട്ടിയവരെ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നിയന്ത്രിച്ച ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാനും സംഘവും അകമ്പടി വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിച്ചത്. ആലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് വന്നിട്ട് 1 വർഷത്തോളമാകുന്നു. പക്ഷേ അന്വേഷണം 1 ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല. ഇതുവരെ റഫർ ചാർജിന് തുടരന്വേഷണം നടത്തണമെന്ന് പറഞ്ഞിട്ട് ചാർജ് സമർപ്പിക്കണമല്ലോ, വീണ്ടും ആ ചാർജ് ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. അന്വേഷണം പോലും നടന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ആദ്യം മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയന്. എന്റെ ഗവൺമെന്റ് ആളെ ആക്രമിച്ചു എന്ന് പറയുന്ന സംഭവം അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കേസ് കോടതിയിൽ തെളിയിക്കപ്പെട്ടാൽ പ്രതികൾക്ക് 5 വർഷത്തിലധികം തടവ് ശിക്ഷ വരെ ലഭിക്കും. അതുകൊണ്ട് തന്നെ വിവിധ കോണുകളിൽ നിന്ന് കേസ് ഒത്തുതീർപ്പിലാക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.